ഹൃദയപൂർവം ഭാഗം 56. നിന്റെ കാത്തിരിപ്പിനും എൻ്റെ കാത്തിരിപ്പിനും ഇത് രണ്ടുപേർക്കും വേണമെന്ന് തോന്നി. അവൻ പറഞ്ഞു. ഐ ലവ് യു. അവൻ പറഞ്ഞു. മറുപടി ഞാനിപ്പോൾ തരില്ല. എന്നെ എരിവ് കഴിപ്പിച്ചതല്ലേ? അവൾ പറഞ്ഞു. അതിനെന്താ, എരിവിൻ്റെ ഒപ്പം നല്ല മധുരവും ഞാൻ നിനക്ക് തന്നില്ലേ? അവൻ ചോദിച്ചുകൊണ്ട് വീണ്ടും അവളുടെ അടുത്തേക്ക് മുഖം കൊണ്ടുവന്നതും അയ്യടാ, ഇനി എനിക്ക് എരിവും വേണ്ട മധുരവും വേണ്ട എന്ന് പറഞ്ഞ് അവനെ തള്ളിമാറ്റി അവൾ പുറത്തേക്കിറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അവൾ ശ്രദ്ധിച്ചത്. ആരുമില്ല എന്ന് കണ്ടതും സാരിയുടെ തുമ്പ് കറക്കിക്കൊണ്ട് അവൾ നടന്നു പോകുന്നത് അതിൻ്റെ വാതിക്കൽ നിന്നും അവൻ നോക്കിക്കണ്ടു. കാന്താരി മുളക്. അവൾ പോകുന്നത് നോക്കി അവൻ പതിയെ പറഞ്ഞു. നീ ഇത് എവിടെ പോയതാടി? ഞാൻ വിചാരിച്ചു നീ മുങ്ങിയെന്ന്. സാധാരണ ഡാൻസ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നീ മുങ്ങുന്നതാണല്ലോ പതിവ്. അതുകൊണ്ട് നിന്നെ തപ്പി നടക്കുകയായിരുന്നു ഞാൻ. അങ്ങോട്ട് വന്നുകൊണ്ട് ഗംഗ ചോദിച്ചു. ഞാനൊരു കാന്താരി മുളക് കടിച്ചു. അപ്പോൾ എരിവായപ്പോൾ മധുരം എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ പോയതാണ്. എന്നിട്ട് കിട്ടിയോ? ഗംഗ ചോദിച്ചു. കിട്ടി, നല്ല അസല് മധുരം തന്നെ കിട്ടി. ഇപ്പോൾ എരിവ് എവിടെ പോയി എന്ന് പോലും അറിയില്ല. അതെന്താ, നിനക്ക് പായസം കുടിച്ചാൽ പോരായിരുന്നോ? അല്ല, അതിന് കാന്താരി മുളക് ഏത് കറിയിൽ നിന്നാണ് കിട്ടിയത്? ഗംഗ ചോദിച്ചു. എന്തിനാ? അതറിഞ്ഞിട്ട് കാന്താരി മുളക് പോയി തപ്പാനാണോ? എന്നാ ദേ അവിടെ നിൽക്കുന്നുണ്ട് ഒരു കാന്താരി മുളകിൻ്റെ തൈ. അതാണെങ്കിൽ നിറയെ കാന്താരിയാണ്. വേണമെങ്കിൽ അത്ര അത്യാവശ്യമാണെങ്കിൽ അതിൽ നിന്ന് പോയി ഒരെണ്ണം എടുത്ത് കഴിച്ചു നോക്ക്, ഇഷാനി പറഞ്ഞു. അത് കേട്ടുകൊണ്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് നവീൻ വരുന്നത്. അവൻ്റെ ചുണ്ടിൽ അത് കേട്ടപ്പോൾ ഒരു പുഞ്ചിരി വിരിഞ്ഞു. സാറ് ഇവിടെ ഉണ്ടായിരുന്നോ? ഗംഗ ചോദിച്ചു. ഞാൻ കൈ കഴുകാൻ പോയതാണ്. അപ്പോൾ ഒരു ഫോൺ വന്നപ്പോൾ സംസാരിക്കാൻ വേണ്ടി മാറി നിന്നതാണ്, അവൻ പറഞ്ഞു. നീ വാ, അവിടെ സാന്ദ്രയെല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഗംഗ ഇഷാനിയുടെ കൈ പിടിച്ച് കൊണ്ടുപോയി. പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷാനി തിരിഞ്ഞ് നവീനെ ഒന്ന് നോക്കി. ഒരു കണ്ണ് ഇറുക്കി കാണിച്ചു. അവൻ അടിയെന്ന് കൈ ഉയർത്തി കാണിച്ചു. അവൾ ചെറുതായി പുഞ്ചിരിച്ചു. അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ശരിക്കും അവിടെ നിന്ന് പോന്നപ്പോൾ വളരെയധികം അവളെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പലപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞാൽ താൻ പോയിട്ടുമുണ്ട്. 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നല്ലാതെ പിന്നെ കാണാൻ പറ്റിയിട്ടില്ല. ശരിക്കും സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ പതിയെ പതിയെ മനസ്സിൽ നിന്നും മാറി തുടങ്ങി. അപ്പോഴാണ് അമ്മ ലക്ഷ്മിയുമായിട്ടുള്ള വിവാഹക്കാര്യം പറയുന്നത്. ഇഷാനിയുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് കരുതിയത്. അതുകൊണ്ട് തന്നെ ഇഷ്ടമൊന്നും നോക്കിയില്ല. ആരെങ്കിലും ആകട്ടെ എന്ന് തോന്നി. പക്ഷേ ലക്ഷ്മിയെ കണ്ട് അടുത്തിടപഴകിയപ്പോൾ തനിക്ക് തോന്നിയത് തൻ്റെ ഒരു സഹോദരിയുടെ സ്ഥാനമാണ് തോന്നിയത്. പ്രണയം അവിടെ തോന്നിയിട്ടില്ല എന്നവന് തോന്നി. എന്നാലും അമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ എന്ന് ചിന്തിച്ചിരുന്നു. പിന്നെ ലക്ഷ്മിയുടെ സാഹചര്യവും അവന് അറിയാവുന്നത് കൊണ്ട് തന്നെ അങ്ങനൊരു ചിന്ത മനസ്സിലേക്ക് വന്നത് അവൻ ഓർത്തു. പക്ഷേ തനിക്ക് വേണ്ടി ജനിച്ചവൾ ഇവളാണ് എന്ന് ഇപ്പോൾ തനിക്ക് ഉറപ്പായി. ഒരു ചെറിയ മൂളിപ്പാട്ടും പാടി മുണ്ടും മടക്കി കുത്തി ഉദയനും മാധവുമെല്ലാം ഇരുന്ന് സംസാരിക്കുന്ന മാവിൻ ചോട്ടിലേക്ക് ചെന്നു. ഈ ഡാൻസ് എന്നെക്കൊണ്ട് പറ്റുന്നു തോന്നുന്നില്ല എന്ന് പറഞ്ഞ് മടി പിടിച്ച് ഇരിക്കുന്നുണ്ട് ഇഷാനി. അവളെ കൊത്തിപ്പൊക്കി മിത്രയും ശാലുവും എല്ലാം കളിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ട് സാന്ദ്ര ലക്ഷ്മിയും കൊണ്ട് വന്നത്. ഇതിനെ എവിടെ നിന്ന് കിട്ടി? ഇഷാനി ചോദിച്ചു. എൻ്റെ പൊന്നോ, ഒന്നും പറയണ്ട. നിന്റെ അമ്മായിമാർ എല്ലാം കൂടി പൊതിഞ്ഞിരിക്കുകയായിരുന്നു. അവിടെ നിന്നും കഷ്ടിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ് ഞാൻ. ഇപ്പോൾ കിട്ടിയത് കൊണ്ട് ഇതിന് പകുതി ജീവനെങ്കിലും ഉണ്ട്, ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് സാന്ദ്ര പറഞ്ഞു. എൻ്റെ പൊന്നു മോളെ, ഞാൻ പോലും അങ്ങോട്ട് പോയി തലവെച്ച് കൊടുക്കാതിരുന്നതായിരുന്നു. നീ എങ്ങനെ പോയി തലവെച്ച് കൊടുത്തു? അതിന് അവൾ മനഃപൂർവ്വം കൊണ്ടുപോയി തലവെച്ച് കൊടുത്തതൊന്നും അല്ല. നിന്റെ അമ്മ പരിചയപ്പെടുത്താനായിട്ട് ഒന്ന് കൊണ്ടുപോയതാണ് മോളെ. പിന്നെ നിന്റെ അമ്മയെ അവിടെ കണ്ടിട്ടില്ല. ഇതാണെങ്കിൽ പുലിമടയിൽപ്പെട്ട പൂച്ചക്കുട്ടിയെ പോലെ ഇരിക്കുന്നത് കണ്ട് സങ്കടം തോന്നി ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. അതുപോട്ടെ, ഇവിടെ എന്തായി? സാന്ദ്ര ചോദിച്ചു. എന്താകാൻ, ദേ ഇവിടെ മടി പിടിച്ചിരിക്കുന്നത് കണ്ടോ? ഇഷാനിയെ കാണിച്ചുകൊണ്ട് മിത്ര പറഞ്ഞു. കൊല്ലും ഞാൻ നിന്നെ. ഉദയൻ ചേട്ടനൊക്കെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. വൈകിട്ട് പാട്ടോ എന്തൊക്കെയോ പറയുന്നത് കേട്ടു. അറിയാലോ, മാധവേട്ടൻ നല്ല അസലായിട്ട് പാടും. അതിൻ്റെ കൂട്ടത്തിൽ ഉദയേട്ടനുണ്ട്. പിന്നെ ഒന്നും പറയണ്ടല്ലോ. പിന്നെ കിച്ചുവേട്ടൻ്റെയും വിനുവേട്ടൻ്റെയും എല്ലാം എന്തൊക്കെയോ പരിപാടികളുണ്ട്. രണ്ടും നന്നായിട്ട് മിമിക്രി ചെയ്യുന്നവരാണ്. അറിയാലോ ഓരോ സിനിമാ താരങ്ങളെയും എന്ത് ഭംഗിയായിട്ട് അനുകരിക്കുന്നതെന്ന്. കൂട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഡാൻസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തിൽ. പാട്ട് പാടുന്ന ഒരെണ്ണം പോലും ഇല്ല, സാന്ദ്ര പറഞ്ഞു. അതിനെന്തിനാ പാട്ട്? നമ്മുടെ ലക്ഷ്മി ചേച്ചി ഉള്ളപ്പോൾ ഡാൻസ് തന്നെ പോരെ. അതിന് നമ്മൾ കപ്പ് മേടിക്കും. അതിനിത് കോമ്പറ്റീഷനൊന്നും അല്ല കപ്പ് മേടിക്കാൻ.
ഗംഗ പറഞ്ഞു. ആര് പറഞ്ഞു ഇത് കോമ്പറ്റീഷൻ അല്ലാന്ന്? ഇതൊരു കോമ്പറ്റീഷൻ തന്നെയാണ്. കപ്പ് മേടിച്ചിരിക്കും നമ്മൾ സ്ത്രീകൾ. നമ്മൾ പുരുഷന്മാർക്ക് മുൻപിൽ അടിമകളല്ല. സ്ത്രീകൾക്ക് അവരുടേതായ തുല്യത ഉള്ളതാണ്. ഇഷാനി പ്രസംഗം പറയുന്നത് പോലെ പറയുന്നത് കേട്ടതും, പൊന്നുമോളെ, നിന്റെ ഈ പ്രസംഗം മതിയാക്ക്. കുറച്ചു നേരം നാവടക്ക് പണിയെടുക്ക്. നീ കേട്ടിട്ടുണ്ടോ? നീ നിന്റെ നാവടക്കി ഈ ഡാൻസ് ഒന്ന് കണ്ടു പഠിക്ക്, സാന്ദ്ര പറഞ്ഞു. ലക്ഷ്മി, ഒന്ന് എളുപ്പത്തിലുള്ള കുറച്ച് സ്റ്റെപ്പുകളൊന്ന് കാണിച്ചു കൊടുക്കോ? സാന്ദ്ര പറഞ്ഞു. എല്ലാവർക്കും വേണ്ടേ? ലക്ഷ്മി ചോദിച്ചു. പിന്നല്ലാതെ, ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കളിച്ചോളാം. നിന്റെ എന്തായാലും സെപ്പറേറ്റ് ഉണ്ടാകുമല്ലോ, സാന്ദ്ര ചോദിച്ചു. അത് വേണോ? ഞാനും നിങ്ങളുടെ കൂടെ കളിച്ചാൽ പോരെ? ലക്ഷ്മി ചോദിച്ചു. പിന്നെ വേണ്ട, നീയാണ് ഞങ്ങളിൽ ഒരു പ്രതീക്ഷ. സ്കൂളിലൊക്കെ പറയില്ലേ, ഈ സ്കൂളിൻ്റെ പ്രതീക്ഷ നീയാണ് എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ ടീമിൻ്റെ പ്രതീക്ഷ നീയാണ്. അതുകൊണ്ട് നീ കളിച്ചേ പറ്റൂ. ഏതാ നീ കളിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ വേണ്ട, ഇപ്പോൾ അറിയണ്ട. നീ കളിക്കുമ്പോൾ അറിഞ്ഞാൽ മതി. ഇപ്പോൾ ഞങ്ങളെ ഒന്ന് പഠിപ്പിച്ചതാ ഇതൊന്ന് എന്ന് പറഞ്ഞ് എല്ലാവരും അവൾ ചെയ്യുന്നത് നോക്കി നിന്നു. അതൊരു നാട്ടുമ്പുറം ആയതുകൊണ്ട് തന്നെയാണ് ലക്ഷ്മി മലയാളം സോങ്ങുകൾ മാത്രം ആഡ് ചെയ്ത ഒരു ഡാൻസായിരുന്നു. ഭംഗിയായി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ലക്ഷ്മി അത് സെറ്റ് ചെയ്തു കൊടുത്തു. പ്രാക്ടീസ് ചെയ്തു വന്നപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ ലക്ഷ്മിയുടെ ഒറ്റയ്ക്കുള്ള ഡാൻസായിരുന്നു. അത് ഏതാണെന്ന് അവൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ചെയ്തോളാം എന്നാണ് അവൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാട്ട് ഏതാണെന്ന് ചോദിച്ചിട്ട് പോലും അവൾ പറഞ്ഞില്ല. അത് കളിക്കുമ്പോൾ കണ്ടാൽ മതിയെന്ന് അവൾ എല്ലാവരോടും പറഞ്ഞു. എന്തായാലും അവളെ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും എന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരമായി. വീണ്ടും അവൾ ഫ്രഷ് ആവാനായി മിത്രയുടെ റൂമിലേക്ക് തന്നെ പോയി. അവൾ ഫ്രഷായി ഇറങ്ങിയതും ഗംഗ അവളെ റെഡിയാക്കാൻ തുടങ്ങി. വയലറ്റ് കളർ സാരിയും 2 വലിയ മാലയും ജിമിക്കിയും എല്ലാം ഇട്ട് തലയിൽ പൂവും ചൂടി മനോഹരമാക്കി അവളെ റെഡിയാക്കി. അവളെ റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതും മുകളിൽ നിന്നും വയലറ്റ് ഷർട്ടും ഇട്ടുകൊണ്ട് മാധവ് ഇറങ്ങി വന്നു. ലക്ഷ്മിയുടെ കൈപ്പിടിച്ചാണ് അവൻ പുറത്തേക്ക് ഇറങ്ങിയത്. അവർ പുറത്തേക്ക് ഇറങ്ങിയതും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ മാധവ്, തുടങ്ങിയല്ലേ? ഉദയൻ ചോദിച്ചതും മാധവ് ലക്ഷ്മിയുടെ അടുത്ത് നിന്ന് മാറിപ്പോയി. പെട്ടെന്ന് അവൻ മാറിപ്പോയതും ലക്ഷ്മി അവനെ നോക്കി. അപ്പോഴേക്കും ലക്ഷ്മിയുടെ അടുത്തേക്ക് സാന്ദ്രയും ഗംഗയും ഇഷാനിയും മിത്രയും ശാലുവും ലാവണ്യയും എല്ലാം വന്നു. എന്തോ പരിപാടി ഒപ്പിക്കാനുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞതും അവിടെ നിന്നും ഒരു പാട്ട് കേട്ടു തുടങ്ങിയത്. അത് പാടുന്നത് മാധവാണ് എന്ന് കണ്ടതും ലക്ഷ്മി അത്ഭുതത്തോടെ അവനെ നോക്കി. മാനത്തിക്കൊട്ടാരം എന്ന മലയാളം സിനിമയിലെ പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം, മാരി വില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാം എന്ന സോങ് ഭംഗിയായി അവൻ പാടി. ലക്ഷ്മി ആദ്യമായിട്ടാണ് മാധവിൻ്റെ പാട്ട് കേട്ടത്. അവൾ ശരിക്കും അത്ഭുതത്തോടെ നിൽക്കുന്നത് കണ്ട് മാധവ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ കയ്യിൽ പിടിച്ചു. പിന്നെ പാടി. വലങ്കാൽ പുണരും കൊലുസിൻ ചിരിയിൽ വൈഡൂരമായി താരങ്ങൾ, നിൻ മനസ്സിൽ വിളക്ക് വെച്ചത് മിന്നലായി വിരിഞ്ഞില്ലേ. കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടൻ എന്ന മൂവി സോങ്ങാണ് പാടിയത്. അവളുടെ കൈ പിടിച്ച് അവളുടെ കണ്ണുകൾ നോക്കിയാണ് അവൻ പാടിയത്. എല്ലാവരും കൈയടിച്ചു. പിന്നെ പാടിയത് ഉദയനായിരുന്നു. അങ്ങനെ എല്ലാവരും പാടി. ആണുങ്ങളെല്ലാം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. മാധവിനെയും മാധവിൻ്റെ അച്ഛനെയും ഉദയനെയും മാഷിനെയും ടീച്ചറമ്മയെയും സീതാമ്മയെയും എല്ലാം അറിയുന്ന എല്ലാ ആളുകളും തന്നെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പ്രതീക്ഷിച്ചതിലും ഒരുപാട് ആളുകളുണ്ടായിരുന്നു. എല്ലാവർക്കും അതൊരു വേറിട്ട അനുഭവമായിരുന്നു. ആണുങ്ങളുടെ പെർഫോമൻസ് എല്ലാം കഴിഞ്ഞതും ക്രോണിക് ബാച്ചിലർ എന്ന മൂവിയിലെ ചുണ്ടത്ത് ചെത്തിപ്പൂ എന്ന് പറയുന്ന സോങ് ആദ്യം പ്ലേ ചെയ്തത്. അതിനുശേഷം പൊട്ടുകുത്തടി പുടവ് ചുട്ടടി എന്ന രാവണപ്രഭു എന്ന മൂവിയിലെ സോങ്, നന്ദലാല നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല എന്ന സോങ് വന്നു. അതിനുശേഷം ആരും കൊതിക്കുന്ന നാടൻ കരിക്കിനെ എന്ന് തുടങ്ങുന്ന പട്ടാളം മൂവിയിലെ സോങ്. അത് കഴിഞ്ഞതും രാജാതിരാജ എന്ന മൂവിയിലെ കണ്ണിന് കണ്ണിൻ മണിയ തിങ്കൾ തോൽക്കും കനിയാണേ ഞങ്ങളുടെ പൊന്നിൻ കുടമ നിങ്ങളുടെ കയ്യിൽ തരുവാണേ എന്ന സോങ്ങോടുകൂടി പെൺകുട്ടികളുടെ ഡാൻസ് അവസാനിപ്പിക്കുന്നതായിട്ടായിരുന്നു. സാന്ദ്ര റെഡ് കളർ സാരി, ഇഷാനി ഗ്രീൻ കളറും ഗംഗ ബ്ലൂ കളർ, ലാവണ്യ യെല്ലോ സാരിയും ശാലു ഓറഞ്ച് കളർ സാരിയും മിത്ര പർപ്പിൾ കളറിലെ ധാവണിയും ദിവ്യ പീച്ച് കളറിലെ ധാവണിയും ഉടുത്താണ് കളർഫുള്ളായിട്ടുള്ള ഒരു ഡാൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിനുശേഷം എല്ലാവരും നോക്കിയത് ലക്ഷ്മിയാണ്. ലക്ഷ്മി മാധവിനെ നോക്കിയതും അവൾ നൃത്തം ചെയ്യാൻ പോവുകയാണ് എന്ന് അവന് മനസ്സിലായി. അവൻ പുഞ്ചിരിയോടെ
കൈകൾ കെട്ടി അവൾ നൃത്തം ചെയ്യാൻ പോകുന്നത് നോക്കി നിന്നു. പാടാം വനമാലി നിലാവിൻ പാൽമഴ പൊഴിയാറായി എന്ന സോങ് മനോഹരമായി തന്നെ അവൾ അവതരിപ്പിച്ചു. അതിനും നിറഞ്ഞ കയ്യടി തന്നെയായിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരുടെ മിമിക്രിയും കപ്പിൾ ഡാൻസും എല്ലാമായി ആ രാത്രി എല്ലാവരും ആഘോഷിച്ചു. ഇഷാനിയുടെ കൂടെ നവീൻ പെർഫോം ചെയ്തപ്പോൾ ലക്ഷ്മി ഇഷാനിയെയും നവീനെയും നോക്കുന്നുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതും മാധവിൻ്റെ അമ്മയും ലക്ഷ്മിയും ഒരുമിച്ച് നൃത്തം ചെയ്യണമെന്ന് മാധവിൻ്റെ അച്ഛൻ പറഞ്ഞതും ലക്ഷ്മി വേണ്ട എന്ന് പറഞ്ഞു. തുടക്കത്തിലെ അമ്മായിയമ്മ പോലും വേണ്ട എന്ന് ഇഷാനി പറഞ്ഞതും എന്നാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും പെർഫോം ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്നായി സീതാമ്മ. രാജശില്പി എന്ന മൂവിയിലെ അമ്പിളിക്കല ചൂടും നിൻ തിരുജടയിൽ എന്ന നൃത്തം അവതരിപ്പിച്ചു. ഇതിൽ ആരാണ് നന്നായി ചെയ്തതെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റിയില്ല. അത്രയും ഒരുപോലെ സാമ്യത്തിൽ എല്ലാവർക്കും അത് ഒരു അത്ഭുതം തന്നെയായിരുന്നു. മാധവും അച്ഛനും പരസ്പരം നോക്കി. എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ അച്ഛൻ കണ്ണുകൊണ്ട് കാണിച്ചതും മാധവ് സൂപ്പർ എന്ന് തലയണക്കി. ഇതിപ്പോൾ അമ്മയും മകളും ഒരുപോലെ ചെയ്തിരിക്കുന്നത്. ആരാണ് നല്ലതായിട്ട് ചെയ്തതെന്ന് ആരാണ് ഇതിൽ മോശമെന്നും ഒന്നും പറയാനില്ല. രണ്ടുപേരും സൂപ്പർ. ടീച്ചർ രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതേ അഭിപ്രായം തന്നെയായിരുന്നു എല്ലാവർക്കും. ലക്ഷ്മി സീതാമ്മയുടെ കാലിൽ തൊട്ട് തൊഴുതു. അവർ ലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു. പിന്നീട് ഭക്ഷണം കഴിക്കലും എല്ലാമായി അന്ന് രാത്രി നീണ്ടുപോയി അവരുടെ ആഘോഷങ്ങൾ. സമയം 11 മണിയായതും ലക്ഷ്മിയെയും മാധവിനെയും റൂമിലേക്ക് വിടാമെന്ന് തീരുമാനിച്ചു. അതിനു മുമ്പ് ലക്ഷ്മിയുടെ ഡ്രസ്സ് മാറാൻ എന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുപോയതും ലക്ഷ്മി ശരിക്കും തളർന്നു പോയിരുന്നു. ഞാൻ കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വീണ്ടും അവൾ കുളിക്കാനായി പോയി. ഇതിപ്പോൾ എത്രാമത്തെ കുളിയാണെന്നറിയോ ആ പെണ്ണ് കുളിക്കുന്നത്? അവൾ കുളിക്കാൻ കയറുന്നത് കണ്ടതും ഗംഗ പറഞ്ഞു. ഇത്രയും നേരം ഡാൻസ് എല്ലാം കളിച്ചതല്ലേ, വിയർത്തിട്ടുണ്ടാകും. ഈശാനിയും അവളുടെ ബെഡിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. മിത്രയുടെ റൂമിലെ ബാത്റൂമിൽ നിന്നും അവർ കുളി കഴിഞ്ഞ് ഇറങ്ങി. തലയിൽ നനച്ചോ നീ? ഗംഗ ചോദിച്ചു. കുളി കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം തോന്നിയത് അവൾ പറഞ്ഞു. ഒരുപാട് തവണയായി നീ ഇന്ന് തല നനയ്ക്കുന്നത്. അത് കൊള്ളില്ലാട്ടോ, അതും ഇത്രയും കട്ടിയും നീളവുമുള്ള മുടിയാകുമ്പോൾ, ഗംഗ പറഞ്ഞു. അറിയാൻ ചേച്ചി, എനിക്ക് ഒട്ടും പറ്റാഞ്ഞിട്ടാണ്, ലക്ഷ്മി പറഞ്ഞു. നീ ഇരിക്ക്, ഞാൻ ഉണക്കി തരാം എന്ന് പറഞ്ഞ് ഗംഗ ഡ്രയർ ഉപയോഗിച്ച് കുറച്ച് മുടി ഉണക്കി. ഇനി ഉണങ്ങിക്കൊള്ളും, ഒരുപാട് ഉണക്കണ്ട. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഡ്രസ്സ് വേണ്ടത്? ഞാൻ ചുരിദാർ ഇട്ടോളാം, ഞാൻ അവിടെ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ലക്ഷ്മി പറഞ്ഞു. മോളെ, ഇത് നിന്റെ ഫസ്റ്റ് നൈറ്റാണ്. ചുരിദാറോ നൈറ്റിയോ ഒന്നും ഇട്ടു പോകണ്ട. ഇത് നമ്മുടെ ജീവിതത്തിൽ മറക്കാത്ത ഒരു ദിവസമാണ്, എന്നും നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ. അതുകൊണ്ട് നമുക്ക് ഇതിടാം എന്ന് പറഞ്ഞ് ടേബിളിൽ ഇരുന്ന പുളിയിലക്കര വരുന്ന മുണ്ടും നേരിയതും എടുത്തു. അത് ലക്ഷ്മിക്ക് ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് തന്നെ മടി കൂടാതെ അവൾ ഉടുത്തു. ബ്ലൂ കളർ ബ്ലൗസും ബ്ലൂ കര വരുന്ന പുളിയിലക്കര മുണ്ടുമായിരുന്നു. മുടി അഴിച്ചിട്ട് ചെറുതായി 2 സൈഡിൽ നിന്നും മുടിയെടുത്ത് കുളിപ്പിനിലിട്ടു. മുല്ലപ്പൂവും തുളസിയും ചേർന്ന പൂമാല അവളുടെ തലയിൽ വെച്ച് കൊടുത്തു. പിന്നെ കഴുത്തിൽ മഞ്ഞ ചരടും മാധവ് ഇട്ടുകൊടുത്ത മാലയും മറ്റൊരു ചെറിയ മാലയും മാത്രമാണ് ഉണ്ടായിരുന്നത്. കയ്യിൽ മാധവ് ഇട്ടുകൊടുത്ത ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന വളകളും വലിയ ജമിക്ക് കമലും. നെറ്റിയിൽ ബ്ലൂ കളറിലെ തന്നെ കുഞ്ഞു പൊട്ടും. നെറ്റിയിൽ സിന്ദൂരം നല്ല കട്ടിക്ക് തന്നെ ഇട്ടുകൊടുത്തു. ഗംഗ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ലക്ഷ്മിക്ക് തന്നെ അവളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ എല്ലാവരും കൂടി കളിയാക്കൽ തുടങ്ങി. അപ്പോഴേക്കും സീതാമ്മയും ശോഭനാമ്മയും അങ്ങോട്ട് വന്നു. കൂടെ ടീച്ചറമ്മയുണ്ട്. സീതാമ്മയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാലും ഉണ്ടായിരുന്നു. അത് കണ്ടതും എല്ലാവരും ലക്ഷ്മിയെ നോക്കി. ലക്ഷ്മി ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാതെ വല്ലാത്ത ചമ്മലായിരുന്നു. നാണിക്കൊന്നും വേണ്ട, ഇതെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതല്ലേ, ഇഷാനി പറഞ്ഞതും എല്ലാവരും അവളെ നോക്കി. എക്സ്പീരിയൻസ് ഉള്ളതുപോലെയാണല്ലോ മേഡം പറയുന്നത്, ഗംഗ ചോദിച്ചു. ചുമ്മാ ഒരു ഓളത്തിന് അവളെ സമാധാനിപ്പിക്കാനായിട്ട് പറഞ്ഞതാ, അല്ലാതെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടല്ല, ഈശാനി പറഞ്ഞു. മതി മതി, ഇതിൻ്റെ പേരിൽ ഇനി വഴക്ക് വേണ്ട. മോളെ മാധവിൻ്റെ റൂമിലേക്ക് ആക്കി കൊടുക്ക്, സീതാമ്മ പറഞ്ഞതും. എന്തിന്? മാധവേട്ടന് ആവശ്യമുണ്ടെങ്കിൽ മാധവേട്ടൻ വന്ന് കൊണ്ടുപോയിക്കോളും, അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇഷാനി പുറത്തേക്കിറങ്ങി. ആ സമയമാണ് മാധവും കൂട്ടരും അകത്തേക്ക് കയറി വരുന്നത്. വന്നല്ല വനമാല, പോകുമ്പോൾ മാധവേട്ടൻ ഈ മുതലിനെ കൊണ്ടുപോയിക്കോ, ഞങ്ങൾ മുറിയിലൊന്നും കൊണ്ടുപോയി ആക്കി തരില്ല, വേണമെങ്കിൽ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്തോളാം, ഇഷാനി പറഞ്ഞു. ആ സമയത്താണ് ലക്ഷ്മിയെ കൊണ്ട് എല്ലാവരും റൂമിന് പുറത്തേക്ക് വന്നത്. ലക്ഷ്മിയെ കണ്ടതും മാധവ് അവളെ നോക്കി. അവൻ്റെ കണ്ണുകൾ വിടർന്നു. എന്നാ പിന്നെ പോകാം അല്ലേ, മാധവ് ചോദിച്ചതും
ആയിക്കോട്ടെ, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. മാധവ് അവളുടെ അടുത്തേക്ക് വന്നു. പോകാം? ലക്ഷ്മിയോട് ചോദിച്ചതും ലക്ഷ്മി അപ്പോഴാണ് മുഖമുയർത്തി അവനെ നോക്കിയത്. അവനും കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ടുണ്ടെന്ന് അവനെ കണ്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. ബ്ലാക്കും റെഡും വരുന്ന ഒരു ചെക്ക് ഷർട്ടാണ് അവൻ ഇട്ടിരിക്കുന്നത്. പിന്നെ കാവിമുണ്ടും. എടുത്തുകൊണ്ട് പോയിക്കും മാധവേട്ടാ, ഗംഗ വിളിച്ചു പറഞ്ഞതും മാധവ് തിരിഞ്ഞ് അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ഞങ്ങൾ ഇവിടെയുള്ളത് കൊണ്ടാണെങ്കിൽ ഞങ്ങൾ മാറിത്തരാം. ഇഷാനിയാണ്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. പെട്ടെന്ന് ലക്ഷ്മി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. മാധവ് ലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി. അവളും മാധവിനെ നോക്കി. അവൻ ഒരു കണ്ണ് ചിമ്മി കാണിച്ചുകൊണ്ട് അവളെയും കൊണ്ട് നടന്നു. താഴെ നിന്നും എല്ലാവരും പാട്ടും കളിയാക്കലുമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ മാധവ് ലക്ഷ്മിയും കൊണ്ട് മുകളിലേക്ക് നടന്നു. നമുക്കും വേണ്ടേ ഇതുപോലെ? പെട്ടെന്ന് ഇഷാനിയുടെ അടുത്ത് നിന്ന് നവീൻ ചോദിച്ചു. എന്നാൽ അത് കറക്റ്റായിട്ട് പുറകെ നിന്ന സാന്ദ്ര കേട്ടു. ശോഭനാമ്മയ്ക്കും ഒരു മരുമകൾക്ക് ഇതുപോലെ പാല് കൊടുക്കാനുള്ള അവസരം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അവൾ പറഞ്ഞതും ശോഭനാമ്മ തിരിഞ്ഞു നോക്കി. പെട്ടെന്ന് ഇഷാനി നവീൻ്റെ അടുത്ത് നിന്ന് മാറാൻ പോയതും നവീൻ അവളുടെ കയ്യിൽ പിടിച്ചു. അവൻ്റെ അടുത്ത് നിന്ന് ഉദയൻ, എടാ അതെൻ്റെ പെങ്ങളാണ്, ഉദയൻ പറഞ്ഞു. നിന്റെ പെങ്ങളാണെങ്കിൽ ഞാൻ ഇവളെ കെട്ടാൻ പോകുന്ന ചെക്കനാണ്, നവീൻ പറഞ്ഞു. ഇതിപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ, ഉദയൻ ചോദിച്ചു. അറിയേണ്ടവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതും നവീൻ മാഷിനെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും എല്ലാവരും മാഷിനെയാണ് നോക്കിയത്. അത് എന്നോട് നവീൻ ഇഷാനിയെ ഇഷ്ടമാണെന്നും വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നും ഒരാഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആലോചിക്കാം, വീട്ടുകാർക്ക് സമ്മതമാണെങ്കിൽ നടത്താമെന്ന് മാഷ് പറഞ്ഞു. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ശോഭനാമ്മ പറഞ്ഞു. പിന്നെ നവീൻ്റെ അച്ഛനോട് ചോദിക്കണ്ടേ? ടീച്ചറമ്മയാണ് ചോദിച്ചത്. അത് കേട്ടതും ശോഭനാമ്മ നോക്കിയത് വാതിക്കൽ നിൽക്കുന്ന നവീൻ്റെ അച്ഛനായ DYSP സുരേന്ദ്രൻ നായരെയാണ്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ടേ. ലൈക്ക് ചെയ്യാനും നിങ്ങളെ കമൻറ്റ് ചെയ്യാനും പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാലല്ലേ എന്നെ പോലെയുള്ളവർക്ക് ഇതുപോലെ ആലോചിച്ച് തലപൊകിക്കാൻ പറ്റൂ. അപ്പോൾ വീണ്ടും കാണാം. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.